ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്കൂളിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളൊക്കെ കുട്ടികൾക്ക് പേരിടും അല്ലേ? പേരിടുമ്പം നമുക്ക് ഇഷ്ടമുള്ള പേരുകളാണ് നമ്മൾ മിക്കവാറും എല്ലാവരും ഇടുന്നത്. അപ്പോൾ അതിലൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക് ഇടുന്ന പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? പിന്നീട് ഈ പേരിൻ്റെ അർത്ഥം പോലെ പല കുട്ടികളും ആയിത്തീരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു തമാശയായിട്ട് പറഞ്ഞതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇന്ത്യക്കാരൊക്കെ നല്ല നല്ല പേരുകൾ, അർത്ഥമുള്ള പേരുകളാണ് ഞങ്ങൾ സാധാരണ ഇടുന്നതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ആ ഓക്കെ, ശരി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാൻ കാരണം, ഇവിടെ ഇപ്പോൾ ഒരു ഒരു സ്കൂളിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ചില സ്കൂളിലല്ല, ഒരു സ്പെസിഫിക് സ്കൂളിലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ ഹണ്ടർ എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു, ഒരു ബോയ് ഹണ്ടർ. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്നാന്ന് വെച്ചാൽ, ഇവൻ എല്ലാവരെയും ഓടിച്ചിട്ട് ഉപദ്രവിക്കുക, എല്ലാവരെയും തല്ലുക, എല്ലാവരെയും ഹണ്ട് ചെയ്യലാണ് പുള്ളിയുടെ പ്രധാന പരിപാടി. അതുപോലെ തന്നെ ഒരു ചെറുക്കൻ്റെ പേര് ഒരു ലയൺ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇംഗ്ലീഷ് പേരുകൾ ഇടാറുണ്ട്. ഇവനും ഇതുപോലെ ഒരു മുരടൻ സ്വഭാവമാണ്. ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പേരുകൾ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾ തങ്ങളുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ആയിത്തീരും. അപ്പോൾ അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, നല്ല പേരിടുക. നല്ല പേരിടുമ്പോൾ കുട്ടികൾക്ക് അതായി തീരണമെന്ന് എന്നെങ്കിലുമൊക്കെ അവർ ചിന്തിക്കും, എന്താണ് എൻ്റെ പേരിൻ്റെ അർത്ഥം, ഞാൻ അതുപോലെ ആയി തീരുന്നുണ്ടോ, അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഉപബോധ മനസ്സിൽ, അതായത് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും എന്നല്ല പറഞ്ഞത്, അവരുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. നമ്മൾ പറയുന്നത് കേട്ടില്ലേ, നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ കാര്യം നടക്കും എന്ന് പറയില്ലേ, സൈക്കോളജി പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ പേര്. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേര്. എന്താണോ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിലൊരു കാര്യം നമ്മുടെ പേരാണ്. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല അർത്ഥമുള്ള, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള, നല്ല കാര്യങ്ങൾ നടക്കേണ്ട രീതിയിലുള്ള പേരുകൾ ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പേരുകൾ പലപ്പോഴും അത് അവർക്ക് തന്നെ വിനയായിട്ട് തീരും. ഒരു കുട്ടി എന്നോട് സംസാരിച്ച കുട്ടി പറയുകയാണ്, ഐ ഡോണ്ട് ലൈക്ക് മൈ നെയിം, ഇറ്റ് ഈസ് ഓക്വേർഡ്. എൻ്റെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല, പക്ഷേ കുട്ടിക്ക് ആ പേര് തീരെ ഇഷ്ടമല്ല. ഇവിടെ ആരും പിന്നെ പേര് മാറ്റാനൊന്നും നടക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ കൊണ്ട് പത്രപരസ്യമൊക്കെ കൊടുത്ത് അപേക്ഷയൊന്നും കൊടുത്ത് പേര് മാറ്റാനൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. എന്താണോ വിളിക്കുന്നത് ആ പേര് തന്നെ അങ്ങ് കണ്ടിന്യൂ ആവുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തീരെ ഇഷ്ടമില്ല. കുട്ടികളുടെ മാതാപിതാക്കൾ ഇട്ട ഒരു പേരാണ്. അതൊരു കേൾക്കുമ്പോൾ തന്നെ നമുക്കും തോന്നും ഇത് മനുഷ്യൻ ഇടുന്ന പേരാണെന്ന് തോന്നും. അങ്ങനെ ഒരു പേരാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇടുന്ന പേരുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർ വിളിക്കുമ്പോൾ കളിയാക്കപ്പെടുന്നു എന്ന് തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ ക്രൂരതയാണെന്ന് തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ വെറുതെ ഒരു ഫണ്ണാണെന്ന് തോന്നാതിരിക്കാൻ നല്ല പേരുകൾ ഇടുക. നന്നായിട്ട് വരട്ടെ നമ്മുടെ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. താങ്ക്